അങ്ങനെ ഇവരെല്ലാരും തന്നെ കഥയുടെ ഒരു മെയിൻ കോറായിട്ട് മാറുന്ന ടൈമിലാണ് സക്കമോട്ടോയുടെ തലയിലൊരു ബിഗ് ബൗണ്ടി എമൗണ്ട് അസാസിൻ അസോസിയേഷൻ പുറത്തുവിടുന്നത്. അപ്പൊ ഈ ഒരു ബിഗ് ബൗണ്ടി എമൗണ്ട് ആസ് ലൈക്ക് ജോൺ വിക്ക് ആണ്, ജോൺ വിക്കിലെ പോലെ പുള്ളിക്കാരന്റെ തലയിൽ ആ ബൗണ്ടി ഇടുന്ന സമയത്താണല്ലോ ഉള്ള എല്ലാ അസാസിൻസും അല്ലെങ്കിൽ ഹിറ്റ്മാൻസും ജോൺ വിക്കിന്റെ പറയാൻ വരുന്നത്. അതേപോലെ ഒരു ബൗണ്ടി വെളിയിൽ വരുന്ന സമയത്ത് ഉള്ള മെയിനായിട്ടുള്ള അസാസിൻസ് എല്ലാവരും സക്കമോട്ടോയെ കൊല്ലാനായിട്ട് വരുന്നു. അപ്പോൾ ഈ രണ്ട് സൈഡ് ക്യാരക്ടേഴ്സും സക്കമോട്ടോയും ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സക്കമോട്ടോയുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ബൗണ്ടി എമൗണ്ട് കണ്ട് സക്കമോട്ടോയെ കൊല്ലാൻ പറ്റുന്ന അടുത്തൊരു അസാസിനാണ് ഹെയ്സ്കെ. സോ ഹെയ്സ്കെ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയ്സ്കെ ഒരു സ്നൈപ്പർ ടൈപ്പ് അസാസിനാണ്. പുള്ളിക്ക് കാര്യമായിട്ടുള്ള കോമ്പാറ്റ് സ്കില്ലോ ഒന്നും തന്നെയില്ല, പുള്ളിക്ക് ഫണ്ട്സ് ഒന്നുമില്ല. ഈ അസാസിൻസ് അസോസിയേഷൻ അക്കാഡമിയിൽ തന്നെ പുള്ളി ഒരു കോമഡി പീസ് ആയിരുന്നു. പുള്ളിയെ കൊണ്ടൊരു മിഷൻ നേരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ആർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലായിരുന്നു പുള്ളി. അങ്ങനെ തന്നെ ബട്ട് പുള്ളി താനൊരു കഴിവുള്ള അസാസിനാണെന്ന് കാണിക്കണമെന്ന് നിർബന്ധത്തിൽ നടക്കുന്ന ഒരു ക്യാരക്ടറാണ് ഹെയ്സ്കെ. എപ്പോഴും കൂടെ ഒരു തത്തയൊക്കെ കാണും. ആ തത്തയാണ് ഹെയ്സ്കെയുടെ ദൂരെയുള്ള ഫ്രണ്ട്. അവര് ഇതേപോലെ ബൗണ്ടി ഇടുന്ന ആൾക്കാരെ കൊല്ലാൻ ശ്രമിക്കും, പക്ഷെ ഒന്നും നടക്കില്ല. ആഹാരം കഴിക്കാൻ തന്നെ ഭയങ്കര പാടുപെട്ട് നടക്കുന്ന രണ്ട് ടീംസാണ് ഹെയ്സ്കെയും ഹെയ്സ്കെയുടെ തത്തയും. അപ്പോൾ സക്കമോട്ടോ ഒരു ലെജൻഡറി അസാസിനാണ്, പുള്ളി ഭയങ്കര കിടിലാണെന്നൊന്നും അറിയാതെയാണ് ഹെയ്സ്കെ തന്റെ തോക്കം കൊണ്ട് സക്കമോട്ടോയെ കൊല്ലാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ സക്കമോട്ടോ ആരാണെന്ന് തിരിച്ചറിയുന്നത് നിലവിൽ സക്കമോട്ടോയുടെ ഒരു ബോഡിയും ഫിഗറും വെച്ചിട്ട് സക്കമോട്ടോയുടെ പഴയ ഒരു ഫോട്ടോ അല്ല ഇപ്പോഴത്തെ ഒരു സക്കമോട്ടോയുടെ അപ്പിയറൻസ്. അപ്പോൾ അപ്രതീക്ഷിതമായി ഹെയ്സ്കെ സക്കമോട്ടോയുടെ കൂടെയും ഷിനിന്റെ കൂടെയും ലൂവിന്റെ കൂടെയും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുകയും പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഇതാണ് താൻ കൊല്ലാൻ നടക്കുന്നത് ലെജൻഡറി അസാസിൻ ടാറോ സക്കമോട്ടോ എന്ന് മനസ്സിലാക്കുകയും പിന്നെ പുള്ളിയെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയും ആസ് യൂഷ്വൽ എല്ലാ അസാസിൻസിനെയും പോലെ ഹെയ്സ്കെയും പരാജയപ്പെടുന്നു. ബട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടാക്കിയ സ്ഥിതിക്ക് മാത്രമല്ല ഹെയ്സ്കെ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ആരും ഇതുവരെ അഡ്മയർ ചെയ്തിട്ടില്ല. ബട്ട് സക്കമോട്ടോ പറയുന്നു ഹെയ്സ്കെ നീ മറ്റുള്ളവർ പറഞ്ഞ നീ ഒരു മണ്ടനും കോമഡി പീസും മാത്രമല്ല, നിനക്ക് നിന്റേതായ കഴിവുണ്ട്. അങ്ങനെ സക്കമോട്ടോ ആണ് ആദ്യമായിട്ട് ഹെയ്സ്കെനെ അഡ്മയർ ചെയ്യുന്നത്. അങ്ങനെ ഹെയ്സ്കെയും അവരുടെ ഒരു ഫാമിലിയുടെ മെമ്പർ പോലെ ആകുന്നു, അവരുടെ കൂടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എപ്പിസോഡുകളിൽ വരുന്നു. ബട്ട് ഹോൾ സ്റ്റോറി ലൈനിൽ ഹെയ്സ്കെ ഉണ്ട്. നിലവിലുള്ള സീസൺ 2 ഹോൾ സ്റ്റോറി ലൈനിൽ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് തന്നെ ഹെയ്സ്കെ ഉണ്ട്.